അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, കേരളത്തിന് മാത്രമല്ലേ ചട്ടവും നിയമവും ഒക്കെ ഉള്ളൂ അല്ലേ? തമിഴ്നാടിന് കൊടുക്കുന്നത് പോലെയൊക്കെ കേരളത്തിന് അങ്ങ് കൊടുക്കുകയില്ലല്ലോ അല്ലേ? വയനാട്ടുകാരോട് എന്തുണ്ട് നിങ്ങൾക്കൊക്കെ പറയാൻ? ഡോക്ടർ ലാൽ, നമ്മുടെ അങ്ങനോട് ചോദിച്ച ചോദ്യത്തിന്റെ സാങ്കത്യം വയനാടിന് ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ സംസ്ഥാനത്തിന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫണ്ടിലേക്ക് കിട്ടിയിട്ടുള്ള സംഖ്യയെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള കണക്കുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുണ്ട്. അതിൽ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തിന് കൊടുത്തിട്ടുള്ള തുക അക്കമിട്ട് തീയതികൾ വെച്ച് കേന്ദ്ര ഗവൺമെന്റ് ബോധിപ്പിച്ചിട്ടുണ്ട്. ജൂലൈ മാസം 31-ാം തീയതി, അതായത് ഈ ദുരന്തമുണ്ടാകുന്നതിന്റെ പിറ്റേ ദിവസം, സംസ്ഥാനത്തിന് കൊടുത്തിട്ടുള്ള തുക 145 കോടി രൂപയാണ്. അത് വയനാട്ടിലെ ഈ ദുരന്തത്തിന്റെ നിവാരണത്തിന് വേണ്ടിയിട്ടാണോ കൊടുത്തത്? അവിടുത്തെ പുനരധിവാസത്തിന് വേണ്ടി കൊടുത്തതാണോ? അല്ല, പുനരധിവാസം എന്തെങ്കിലും ആയോ? എനിക്കറിയില്ല. അല്ല, അത് ആകാത്തത് എന്തുകൊണ്ടാണല്ലോ? സ്ഥലവും അതിന്റെ വീടും പ്ലാൻ എന്തായി? അത് പുനരധിവാസം ആകാത്തത് പ്ലാനും എന്തുകൊണ്ടാണ്? അല്ല, ആ സ്ഥലം ആരാ കൊടുക്കേണ്ടത്? കേന്ദ്ര ഗവൺമെന്റ് ആണ്. കേന്ദ്ര ഗവൺമെന്റ് ആണോ സ്ഥലം കൊടുക്കേണ്ടത്? അല്ല, സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്, പക്ഷെ അതിൽ ചെറിയ നിയമതർക്കമുണ്ട്. അതുകൊണ്ടാണോ നിങ്ങൾ പണം കൊടുക്കാത്തത്? എന്ത് നിയമതർക്കം? അല്ല, എന്ത് നിയമതർക്കം? അതുകൊണ്ടാണോ പണം കൊടുക്കാത്തത്? നിയമതർക്കമുണ്ട്. അതുകൊണ്ടാണോ പണം കൊടുക്കാത്തത്? നമുക്ക് ആ നിയമപ്രശ്നത്തിലേക്ക് പിന്നീട് വരാം. നിങ്ങൾ പണം കൊടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് പറയൂ. അല്ലല്ല, അങ്ങ് പറഞ്ഞത് പുനരധിവാസത്തെ കുറിച്ചാണ്. അത് PDN, പോസ്റ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ കുറിച്ചാണ് അങ്ങ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ വീട് നിർമ്മിക്കുന്നതിനെ സംബന്ധിച്ച്, അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളെ സംബന്ധിച്ച് അങ്ങ് ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ 1.5 ലക്ഷം രൂപ കൊണ്ട് വീട് പണിയാൻ കഴിയുമോ എന്ന് ചോദിച്ചതുപോലെ തന്നെ ഉള്ള ചോദ്യമാണ് അങ്ങനോട് ചോദിച്ചത്. അതിനെന്തെങ്കിലും സാങ്കത്യമുണ്ടോ എന്ന് അങ്ങ് തന്നെ ആലോചിക്കണ്ടേ? അല്ല, ഞാൻ ചോദിച്ചത് ഇതൊന്നും അല്ല. നമുക്ക് കേരളത്തിന് മാത്രമേ ഈ നിയമവും ചട്ടവും ഒക്കെ ഉള്ളൂന്നാണ്. തമിഴ്നാട്ടിന് കൊടുത്തപ്പോൾ അങ്ങ് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. അല്ലെങ്കിൽ ആന്ധ്രയ്ക്കും ഒഡീഷയ്ക്കും കൊടുത്തപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അങ്ങ് ചോദിച്ചില്ലല്ലോ, കേന്ദ്രം ചോദിച്ചില്ലല്ലോ. ചാനൽ കൈരളിയാണ് എന്ന് വിചാരിച്ച് എന്തും പറയരുത്. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരേ രീതിയിൽ തന്നെയാണ് കൊടുക്കുക. ആകെയുള്ളത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് ഓരോ സംസ്ഥാനങ്ങൾക്കും കിട്ടുന്ന ഫണ്ടിനെ സംബന്ധിച്ച് 15-ാം ധനകാര്യ കമ്മീഷന്റെ വിവക്ഷക്കനുസരിച്ചാണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും കിട്ടുക. അതിന്റെ ഫണ്ടിൽ നിന്നാണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും ആദ്യം കൊടുക്കുക. അങ്ങ് പരിശോധിക്കൂ, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് എങ്ങനെയാണ് കൊടുത്തത്. അങ്ങ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞല്ലോ, തമിഴ്നാടിന് കൊടുത്തു, ആന്ധ്രയ്ക്ക് കൊടുത്തു എന്നൊക്കെ. ഓരോ സംസ്ഥാനത്തിനും എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്, ഏത് ഫണ്ടിൽ വകയിരുത്തിയാണ് കൊടുത്തിട്ടുള്ളത്, ആ സംസ്ഥാനങ്ങൾക്ക് അത് ചെലവഴിക്കാൻ കൊടുത്തുള്ള അവകാശം എന്താണ്? കേരളത്തിൽ കിട്ടിയല്ലോ 50% തുക ചെലവഴിക്കാൻ വേണ്ടി. കേരളത്തിൽ കിട്ടിയിട്ടുള്ള 873 കോടി രൂപയിൽ നിന്ന് കേരളത്തിനോട് 50% ചെലവഴിക്കാൻ പറഞ്ഞല്ലോ. കേരളം നാളിതുവരെ ചെലവഴിച്ച സംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അങ്ങ് സൂചിപ്പിച്ചല്ലോ, 6000 രൂപ വെച്ചിന് കൊടുക്കണ്ട എന്നാണോ? മാസ വാടക കൊടുക്കണ്ട എന്നാണോ? ആളുകൾക്ക് ഭക്ഷണം കഴിക്കണ്ട എന്നാണോ? ആളുകൾക്ക് അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണ്ട എന്നാണോ? അല്ല, ഈ കൊടുത്ത പണത്തിൽ നിന്ന് SDRF എല്ലാ വർഷവും കൊല്ലാക്കൊല്ലം കാലാകാലങ്ങളിൽ കൊടുക്കുന്ന പണം ഉപയോഗിച്ച് താങ്കൾ ഈ പറഞ്ഞതുപോലെ വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉള്ള പുനരധിവാസവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് വാടക കൊടുക്കാൻ, അടിയന്തര സഹായമായി ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന തുക അത് കൊടുക്കാൻ, അതല്ലെങ്കിൽ അവിടുത്തെ ദിവസ ചെലവിനുള്ള 300 രൂപ വെച്ച് അത് കൊടുക്കാൻ ഒക്കെ ഈ പറയുന്ന മാനദണ്ഡങ്ങളൊക്കെ SDRF ഉള്ളത് വെച്ച് കൊടുക്കാനാകുമോ? അങ്ങയുടെ അറിവിൽ ഈ വയനാട് ദുരന്തം ഉണ്ടായതിനു ശേഷം അത് ഇപ്പോഴത്തെ സാഹചര്യത്തിലാണെങ്കിൽ L1 കാറ്റഗറിയിലാണ് വരിക. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മാനദണ്ഡം അനുസരിച്ചാണെങ്കിൽ അത് L1 കാറ്റഗറിയിലാണ് വരിക. ഇനി L1 അല്ല, ഇനി അത് ഏത് കാറ്റഗറിയിലേക്ക് പോയാലും ഞാൻ അങ്ങോട്ട് തിരിച്ച് ഒരു അഭ്യർത്ഥന വെക്കുന്നത്, സംസ്ഥാന ഗവൺമെന്റ് നാളിതുവരെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് എത്ര രൂപ ചെലവാക്കിയിട്ടുണ്ട്? രണ്ടാമത്തത്, അതാണല്ലോ കോടതി ചോദിച്ചത്. SDRF കാര്യത്തിൽ കോടതി ചോദിച്ച ആ കാര്യങ്ങൾക്കുള്ള മറുപടി കോടതിയിൽ സംസ്ഥാനം കൊടുക്കും. അതാണ് BJP ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, കേന്ദ്രവും ഇപ്പോൾ ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എൻ്റെ ചോദ്യം അതൊന്നും അല്ല സാർ. വയനാട്ടിൽ എന്താണ് പ്രധാനമന്ത്രി പോയിട്ട് പറഞ്ഞത്? അവിടെ പോയി BJPയുടെ നേതാക്കളൊക്കെ അവിടെ പോയി കാണിച്ച ആ കണ്ണീരൊഴുക്കുണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ മറന്നോ ഇത്ര പെട്ടെന്ന്?
ഇപ്പോൾ ഇതൊക്കെ ഈ കണക്ക് പറയുന്നു, ചട്ടം പറയുന്നു, വല്ലാതെ വികാരം കൊണ്ട ആ ദിവസങ്ങളൊക്കെ നിങ്ങൾ മറന്നുപോയോ? ആ കുട്ടിയെ എടുത്തു വെച്ച്, നൈസാമോളെ എടുത്തു വെച്ച് കണ്ണീരൊഴുക്കിയത് ഈ ലോകം കണ്ടതല്ലേ? അത് നിങ്ങൾ മറന്നുപോയോ? അന്ന് പറഞ്ഞതൊക്കെ നിങ്ങൾ മറന്നോ? നമ്മളെല്ലാം കണ്ട ഒരു ദൃശ്യവും ദൃശ്യമാധ്യമങ്ങളിലൂടെയും അല്ലാതെയും കണ്ട ഒരു ദൃശ്യവും ആരും മറന്നിട്ടുമില്ല, ആരും മറക്കാനും പോകുന്നില്ല. അങ്ങയോട് ഒരു സംശയം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കാൻ. പ്രധാനമന്ത്രി വന്നു, കേന്ദ്രമന്ത്രിമാർ വന്നു, കേന്ദ്ര സേന വന്നു. അവിടെ കേന്ദ്ര ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്ന സൈന്യമടക്കമുള്ള എല്ലാ സഹായവും സംവിധാനങ്ങളും അടിയന്തരമായി തന്നെ അവിടെ ഒരുക്കി. എവിടെ? എന്നിട്ട് ആ സൈന്യം വന്ന് താങ്കൾ ഓർമ്മിപ്പിച്ചത് നന്നായി. ആ സൈന്യം വന്ന, പട്ടാളം വന്നതിന്റെ 153.47 കോടി രൂപ ഇതിനകം തിരിച്ചു വാങ്ങാനുള്ള ഏർപ്പാടൊക്കെ നിങ്ങൾ അവിടുന്ന് ചെയ്തു എന്ന് പാർലമെന്റിൽ ജോൺ ബ്രിട്ടാസ് ചോദിച്ച ചോദ്യത്തിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട് മന്ത്രി. ഡോക്ടർ ലാൽ, ഏറെ ബഹുമാനത്തോടെ അങ്ങയോടുള്ള ആദരവ് നിലനിർത്തിക്കൊണ്ട് ഞാനൊന്ന് പറയട്ടെ. അങ്ങനെ ഒരു തുക സംസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ നിന്ന് കൊടുത്തതായി അങ്ങേക്ക് അറിയാമോ? അങ്ങനെ ഒരു തുക ചോദിച്ചതായി അങ്ങേക്ക് അറിയാമോ? അവിടെ ചോദിച്ചതായി പാർലമെന്റിൽ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് പറയട്ടെ ഡോക്ടർ ലാൽ, അതൊക്കെ ഒഴിവാക്കി കൊടുത്തു. അങ്ങക്ക് അത് അറിയാത്ത കാര്യങ്ങൾ പറയല്ലേ. ഒന്ന്. രണ്ടാമത്തത്, സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, മന്ത്രിമാരുടെ സംഘം ഇതെല്ലാം അവിടെ പോയല്ലോ, വയനാട്ടിൽ പോയല്ലോ. അതിനുശേഷം എത്ര മന്ത്രിസഭാ യോഗങ്ങൾ നടന്നു കേരളത്തിൽ സംസ്ഥാനത്തിൻ്റെതായി? മന്ത്രിസഭാ യോഗത്തിൽ സംസ്ഥാനത്തിന്റെ ഖജനാവിൽ നിന്ന് എത്ര രൂപ ചെലവഴിക്കാൻ വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചു? ഇനി നിയമസഭ ചേർന്നല്ലോ, പ്രമേയങ്ങൾ പാസാക്കിയല്ലോ, അതെല്ലാം നല്ലത് തന്നെ. പക്ഷേ നിയമസഭ ഒന്നാകെ കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് എത്ര രൂപ ചെലവഴിക്കാൻ തീരുമാനിച്ചു? ഒരു ചോദ്യം കൂടി ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കാം. എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഈ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് 145 കോടി രൂപ നാളിതുവരെ അങ്ങീ പറയുന്ന ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ ചെലവുകൾക്കും സംസ്ഥാന ഗവൺമെന്റ് ചെലവഴിച്ചു എന്ന് പറയുന്ന തുകകളെല്ലാം കൂട്ടിയതാണ് നാളിതുവരെയുള്ള 145 കോടി രൂപ. ആ 145 കോടി രൂപ കഴിച്ചിട്ട് അതല്ലാതെ ഏതെങ്കിലും ഒരു തുക ഏതെങ്കിലും ഒരു ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചിട്ടുണ്ടോ? അപ്പോ ഇതാണ് ഈ ചോദ്യങ്ങളൊക്കെയാണ് അങ്ങ് ചോദിക്കാൻ ഉദ്ദേശിച്ച എല്ലാ ചോദ്യങ്ങളും ഞാൻ ഒരു തടസ്സവും ഇല്ലാതെ പറയാൻ അനുവദിച്ചിട്ടുണ്ട്. ഇനി നാളെ പരാതി പറയരുത്, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ തടസ്സപ്പെടുത്തി എന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടാകും ഞാൻ തടസ്സപ്പെടുത്താൻ. അത് ആഗ്രഹിച്ചാലും ഞാനത് ചെയ്യുന്നില്ല. ആളുകൾ കേൾക്കണം താങ്കൾ പറയുന്നത് എന്താണെന്ന്. എൻ്റെ ചോദ്യം അപ്പോഴും അവിടെ കിടക്കുകയാണ് സാർ. താങ്കൾ തൊടാതെ വിട്ട ആ ചോദ്യമുണ്ടല്ലോ, അതായത് ഇതൊക്കെ ഓരോന്നും ചിലവാക്കി സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് എത്ര രൂപ മുടക്കി എന്ന് താങ്കൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴും കേരളത്തിന് മാത്രം, തമിഴ്നാടിനോ ആന്ധ്രയ്ക്കോ ഒഡീഷയ്ക്കോ തെലങ്കാനയ്ക്കോ ത്രിപുരയ്ക്കോ ഇല്ലാത്ത ഗതികേട്, ഒരു ദുരന്തമുണ്ടായിട്ട് തൊട്ടടുത്ത ദിവസം താങ്കൾ പറയുന്നത് SDRFിലേക്ക്, അന്നത്തെ ദിവസം ചൂരൽമലയിൽ ആ പ്രശ്നം ഉണ്ടായില്ലെങ്കിൽ പോലും, ദുരന്തം ഉണ്ടായില്ലെങ്കിൽ പോലും ജൂലൈ 31 നിങ്ങൾ അക്കൗണ്ടിലേക്ക് ഇട്ടേനെ SDRFിലേക്ക് വരേണ്ട ആ തുക. ആ പേരും പറഞ്ഞിട്ടാണ് നിങ്ങളിപ്പോൾ വയനാടിന് വേണ്ടി കൊടുത്തു എന്ന് പറയുന്നത്. എന്തെങ്കിലും ഉണ്ടോ പറയാൻ? ഡോക്ടർ ലാൽ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങ് എന്നോട് ചോദിക്കുന്നത് അവിടെ വീട് നിർമ്മിക്കണ്ടേ, അവിടെ മറ്റു സൗകര്യങ്ങൾ ഒരുക്കണ്ടേ, എല്ലാ പുനർനിർമ്മാണങ്ങളും നടത്തണ്ടേ എന്നുള്ളതാണ്. ഇത് PDNA പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നടക്കേണ്ടത്. എന്റെ അറിവനുസരിച്ചിട്ട് അത് അങ്ങേക്ക് തിരുത്താം, തെറ്റൊന്നുമില്ല. ഇവിടുത്തെ പാനലിസ്റ്റുകൾ ബാക്കിയുണ്ടല്ലോ, അവർ തിരുത്തട്ടെ. അതിന് സംസ്ഥാനം കൊടുത്തിട്ടുള്ള അതിന്റെ കണക്കുകളോ അതിന്റെ പദ്ധതികളോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികളോ നവംബർ മാസം 13-ാം തീയതി കൊടുത്തു എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത്. സംസ്ഥാന ഗവൺമെന്റ് അങ്ങനെ തിരുത്തി പറഞ്ഞിട്ടുണ്ടോ? PDNA പദ്ധതി പ്രകാരം നവംബർ 13-ന് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവർ ഇപ്പോഴും ഇത് നിങ്ങളുടെ PDNA നവംബർ 13-ന് കൊടുത്തത് ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനം ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായി 3 മാസം കഴിയുന്നതിന്റെ അന്ന് PDNA കൊടുത്ത ഒരു സംസ്ഥാനത്തിന്റെ പേര് അങ്ങേക്ക് പറയാമോ? എന്നാണ് PDNA വന്നത്? അങ്ങ് അത് പറയും. എന്ന് മുതലാണ് PDNA സംവിധാനം നിലവിൽ വന്നത്? എന്നിട്ട് വേണമല്ലോ ദുരന്തമുണ്ടായ സംസ്ഥാനത്തെ കുറിച്ച് പറയാൻ. 3 മാസത്തിനുള്ളിലാണ് അത് കൊടുക്കേണ്ടത്. വയനാട് ദുരന്തമുണ്ടായി, അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ നടക്കുന്ന സമയത്താണ് PDNA സംവിധാനത്തെ സംബന്ധിച്ചുള്ള നടപടികൾ പൂർത്തിയാക്കാനുള്ള അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ സംവിധാനങ്ങൾക്കനുസരിച്ച് സംസ്ഥാനം കൊടുക്കേണ്ടത്. അതൊരു വൈകിട്ട് അതിനുശേഷമാണല്ലോ ആന്ധ്രയിലും തെലങ്കാനയിലും ഈ പറയുന്ന തമിഴ്നാട്ടിലും ഒക്കെ ഇപ്പൊ ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടായത്. അവിടെ ഈ PDNA നോക്കിയിട്ടാണോ നിങ്ങൾ ഈ ഇത്രയും പണം അനുവദിച്ചത്? 1000 കോടി തമിഴ്നാടിന് കഴിഞ്ഞ ദിവസം കൊടുത്തത്.
ലാലിന്റെ ബുദ്ധിമുട്ട് തമിഴ്നാടിനും തെലങ്കാനയ്ക്കും ഒറീസക്കും ബംഗാളിനും അതുപോലെ തന്നെ ബീഹാറിനൊക്കെ കൊടുത്തതാണോ അത് കേരളത്തിൽ കിട്ടിയില്ല എന്നതാണ്? ആ സംസ്ഥാനങ്ങളിൽ തിരിച്ചു പിടിക്കണമെന്നാണോ അങ്ങ് പറയുന്നത്? അല്ല, നിങ്ങളുടെ ബുദ്ധിമുട്ട് തമിഴ്നാടിനും കേരളത്തിനും ഒക്കെ കൊടുക്കാം, കേരളത്തിന് കൊടുക്കില്ല, തമിഴ്നാടിനും ആന്ധ്രയ്ക്കും ഒക്കെ കൊടുക്കാം, കേരളത്തിന് വയനാടിന് കൊടുക്കില്ല എന്നാണോ? നിങ്ങൾ ഈ നാടകം കളിക്കുക മാത്രമേ ഉള്ളൂ, നിങ്ങൾ പണം കൊടുക്കില്ല എന്നതാണോ നിങ്ങളുടെ രീതി? വയനാടിന് കൊടുക്കുന്നതും കേരളത്തിന് കൊടുക്കുന്നതും ആന്ധ്രയ്ക്ക് കൊടുക്കുന്നതും തമിഴ്നാടിന് കൊടുക്കുന്നതും എല്ലാം ഒരേ രീതിയിലുള്ള സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഫണ്ടാണ്. അതല്ലാതെ ഏതെങ്കിലും ഒരു ഹെഡിൽ അടിയന്തരമായി പണം കൊടുത്തു എന്ന് അങ്ങേക്ക് ഏതെങ്കിലും ഒരു രേഖ വെച്ചുകൊണ്ട് പറയാൻ കഴിഞ്ഞാൽ നമുക്ക് അത് ചർച്ച ചെയ്യാമല്ലോ. സർ, നമുക്കത് ചർച്ച ചെയ്യാം. ഇതൊക്കെ നിങ്ങൾ എങ്ങനെ പറയുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. നിങ്ങൾ ഈ വയനാട്ടിലെ ദുരന്തമുണ്ടായ ചൂരൽമലയിലും മുണ്ടക്കയിലും ദുരന്തമുണ്ടായതിന്റെ അടുത്ത ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൊക്കെ എന്ത് നാടകമായിരുന്നു സാർ. ഈ മാധ്യമങ്ങൾ പോലും, ഞാൻ വല്ലാതെ ലജ്ജിച്ചു പോവുകയാണ്, സ്വയം ആത്മവിമർശനപരമായി മാധ്യമങ്ങൾ പോലും എന്താണ് അവിടെ ടൗൺഷിപ്പ് ഉണ്ടാക്കണം, അവിടെ ടൗൺഷിപ്പ് ഉണ്ടാക്കണം, എന്താണ് പ്രശ്നം? എനിക്ക് ഇങ്ങനത്തെ ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഈ കാര്യത്തെ അങ്ങയുടെ ഉദ്ദേശം ഈ ചർച്ചയെ വസ്തുനിഷ്ഠമായി ചർച്ച ചെയ്യുക എന്നുള്ളതല്ല. അങ്ങയുടെ ഉദ്ദേശം അങ്ങേക്ക് പറയാനുള്ള രാഷ്ട്രീയം ഈ ചർച്ചയിൽ എനിക്ക് വയനാട് ഇല്ല, ഒരു രാഷ്ട്രീയവും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വയനാട് ദുരന്തമുണ്ടായതിനു ശേഷമുള്ള നടപടിക്രമങ്ങളെ സംബന്ധിച്ച് വസ്തുതാനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങളല്ലാതെ കേരളത്തിലെ മന്ത്രിമാർ പറയുന്നത് പോലെ ഇപ്പൊ അങ്ങ് അത് ആവർത്തിക്കുന്നത് പോലെ ഞാൻ 10 മിനിറ്റ് പറയാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അനുവദിച്ചിട്ടുണ്ട്. എനിക്കൊരൊറ്റ കാര്യം ചോദിക്കാനുള്ളൂ, എനിക്ക് ചോദിക്കാനുള്ളൂ. എനിക്കത് കഴിഞ്ഞിട്ട് സമ്പത്തിലേക്ക് പോകണം, അതുപോലെ മറ്റുള്ള ജേക്കബ് ജോർജിലേക്ക് പോകണം. എനിക്ക് ഒറ്റ ചോദ്യം ഈ ഘട്ടത്തിൽ അങ്ങോട്ട് ചോദിക്കാനുള്ളത് ഇതാണ്: അങ്ങയുടെ നേതാക്കന്മാർ, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, മറ്റ് മന്ത്രിമാർ ഒക്കെ ഈ വയനാട്ടിൽ പോയി നിന്ന് മാധ്യമങ്ങൾ ഉൾപ്പെടെ നടത്തിയ ഈ ആദ്യത്തെ ഒരാഴ്ചത്തെ വലിയൊരു കലാപരിപാടികളുണ്ടല്ലോ, അവിടെയുള്ള ആളുകളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നടപ്പിലാക്കണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ ഈ രീതിയിൽ PDNA-യുടെ സാങ്കേതികത്വവും ഈ രീതിയിലുള്ള SDRF-ലേക്ക് ഫണ്ട് കൊടുക്കുന്ന സാങ്കേതികത്വവും പറഞ്ഞാൽ മതിയോ സാർ? 680 കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാടിന് വേണ്ടി കളക്ട് ചെയ്യപ്പെട്ടത്. അങ്ങയുടെ അറിവിൽ അങ്ങക്ക് പരിശോധിക്കാം, ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ പരിശോധിക്കാം. 7.65 കോടി രൂപയാണ് അതിൽ ഇന്ന് വരെ ചെലവഴിച്ചിട്ടുള്ളത്. ഇന്നലെ വരെ അതിൽ കിട്ടിയിട്ടുള്ള സംഖ്യ 680 കോടി രൂപയാണ്. അതിൽ ആകെ ചെലവഴിച്ചിട്ടുള്ളത് 7.5 കോടി രൂപയാണ്. സർ, വയനാട്ടിലേക്ക് നമ്മൾ വിഭാവന ചെയ്തിരിക്കുന്ന ടൗൺഷിപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങാൻ ഇപ്പോൾ ഈ തുകയൊക്കെ എടുത്ത് പറ്റുമോ? അതിൽ സാങ്കേതികത്വവും മാനദണ്ഡങ്ങളും അതിന് അനുവദിക്കുന്നുണ്ടോ? താങ്കൾ ആരെയാണ് ഈ പറഞ്ഞ് ഈ രീതിയിൽ പറ്റിക്കാൻ ശ്രമിക്കുന്നത്? പിന്നെ കേന്ദ്രത്തിന് ഒരു മാനദണ്ഡമില്ലാതെ കേരളത്തിലേക്ക് പണം കൊടുക്കാൻ വെച്ചിരിക്കുന്നത്? വേണ്ട, തമിഴ്നാടിനും ത്രിപുരയ്ക്കും അല്ലെങ്കിൽ തെലങ്കാനയ്ക്കും കൊടുത്തതുപോലെ കൊടുക്കാൻ ഇവിടെ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? എന്ത് മാനദണ്ഡമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? യാതൊരു മാനദണ്ഡവുമില്ലാതെ കേരളത്തിന്റെ ഖജനാവിലേക്ക് കോടിക്കണക്കിന് രൂപ ഒഴുക്കി കൊടുക്കാമെന്നോ? എന്നാര് പറഞ്ഞു? അപ്പൊ ചൂരൽമലയിലും മുണ്ടക്കയിലും ഒക്കെ ടൗൺഷിപ്പ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് നിങ്ങൾ പറയുന്നത് വെറുതെയാണോ? അതിന് പൈസ നിങ്ങൾ കൊടുക്കില്ലേ? ഞങ്ങൾ കൊടുക്കുന്നേ, ഞങ്ങൾ കൊടുക്കും. നിങ്ങൾ ആവശ്യപ്പെട്ട തുകയേക്കാൾ കൂടുതൽ കൊടുക്കും. ഞാൻ തിരിച്ചു പറയുന്നത് 31/7 145.6 കോടി രൂപ അനുവദിച്ചു. 1/10 145.6 കോടി രൂപ ചൂരൽമല ഇല്ലെങ്കിലും നിങ്ങൾ അത് കൊടുത്തേ പറ്റൂ സാർ. അത് നമ്മുടെ അവകാശമാണ്, കേരളത്തിന്റെ അവകാശമാണ്. താങ്കൾ ഈ പറഞ്ഞതുപോലെ ഫിനാൻസ് കമ്മീഷന്റെ ആ കണക്കനുസരിച്ച് കൊടുത്തേ പറ്റൂ. അത് 2025 വരെ ചെലവാക്കാനാണത്. ആ കൊടുത്ത തുകയിൽ നിന്ന് 50% ചെലവാക്കിക്കൊള്ളാൻ നേരത്തെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് അനുമതി കൊടുത്തു. ആ 50% എന്ന് പറഞ്ഞാൽ ഏകദേശം 398 കോടി രൂപ, 400 കോടി രൂപയ്ക്ക് അടുത്താണ്. അതിൽ നിന്ന് നാളിതുവരെ ചെലവാക്കിയ പൈസയാണ് ഡോക്ടർ ലാൽ ഞാൻ അതാണ് സാർ ഇത്രയും നേരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ 12 മിനിറ്റിലും ഈ 12-13 മിനിറ്റിലും അങ്ങേക്ക് ആ കാര്യത്തിൽ, അതായത് ഈ പറയുന്നത് പോലെ ഈ പണം എടുത്തു വെച്ച് നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ടൗൺഷിപ്പ് ചൂരൽമലയിലും മുണ്ടക്കയിലും അവിടെയുള്ള ആളുകൾക്ക് അവിടെ എന്തൊക്കെ ബുദ്ധിമുട്ടാണെന്നുള്ളത് താങ്കൾക്കറിയാലോ അവിടുത്തെ ബുദ്ധിമുട്ട്. അങ്ങേക്ക് വേണ്ട കണക്ക് ഏതാണ്?
വയനാടിന് കൊടുത്തിട്ടുള്ള PDN ഫണ്ട് കൊടുക്കുമെന്നാണ് അങ്ങ് ചോദിക്കുന്നത്. അതിനാണ് ഞാൻ പറഞ്ഞത് നവംബർ മാസം 13-ാം തീയതിയാണ് അതിന്റെ അപേക്ഷ ഒരു പ്രത്യേക പാക്കേജ് വയനാട്. താങ്കൾ ഒരു കേരളീയനാണല്ലോ, ഒരു മലയാളിയാണല്ലോ, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു പ്രതിനിധിയല്ലേ താങ്കൾ. താങ്കൾക്ക് ആ വയനാട്ടിലും ചൂരൽമലയിലും മുണ്ടക്കയിലും ഒക്കെ ഞാൻ പറഞ്ഞു തന്നാലേ പ്രശ്നമുള്ളത് എന്താണെന്ന് അറിയുള്ളൂ. അവിടെയുള്ള ആളുകളുടെ വിഷമം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരണോ? എനിക്ക് വേണ്ടിയിട്ടാണോ അങ്ങ് ഈ കണക്കൊക്കെ പറയുന്നത്? നിങ്ങൾക്കൊരു ഉദ്ദേശമൊന്നുമില്ലേ? ഞാൻ വരാം ഡോക്ടർ സമ്പത്ത്, ഞാൻ വരാം. കേരളത്തിലെ ജനങ്ങളടക്കം ശരി ഞാൻ വരാം സാർ. നിങ്ങളുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആൾക്കാരും അടക്കം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? അതുകൊണ്ടാണ്, അതാണ് എന്റെ ഭാഗ്യം. ആളുകൾ ഇത് കാണുന്നുണ്ടല്ലോ എന്നുള്ളതാണ് എന്റെ ഭാഗ്യം. അല്ല, എന്റെ ഭാഗ്യവും അത് തന്നെയാണ്. ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചതും അത് തന്നെയാണ്. നിങ്ങൾക്ക് എത്ര കിട്ടി, നിങ്ങൾ എത്ര ചെലവഴിച്ചു, നിങ്ങളുടെ കയ്യിൽ എത്ര പണമുണ്ട്. അതെ, അതാണ് അത് SDRFന്റെ കാര്യമാണ്. കോടതി അത് ചോദിച്ചതിനെ കുറിച്ച് അടുത്ത ദിവസം കേരളം മറുപടി പറയട്ടെ. ഞാൻ വരാം സാർ, ഞാൻ വരാം. നമ്മൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഒറ്റ കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ഒറ്റ കാര്യം പറയൂ. SDRF ഫണ്ട് അതിന്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് ചെലവഴിക്കാൻ കഴിയുക. ശരി, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഇതിനു വേണ്ടി മാത്രം കളക്ട് ചെയ്തതല്ലേ 680 കോടി രൂപ? നമുക്ക് അത്രയും മതിയോ? കേരളത്തിൽ നമ്മുടെ പ്രതീക്ഷ എന്താണ്? നമ്മുടെ രാജ്യമല്ലേ ഇത്? നമ്മുടെ പ്രധാനമന്ത്രിയല്ലേ വന്ന് നൈസാമോളെ എടുത്തു വെച്ച് ഉമ്മ വെച്ചിട്ട് പോയത്? അപ്പൊ എന്തെങ്കിലുമൊക്കെ തരുമല്ലോ, അതും കൂടി ചേർത്ത് നമുക്ക് ടൗൺഷിപ്പ് ഉണ്ടാക്കാമല്ലോ എന്ന് കരുതിയിരിക്കുന്ന പാവം കേരളത്തിന്റെ മുഖ്യമന്ത്രി, കേരളത്തിന്റെ മന്ത്രിമാർ, കേരളത്തിന്റെ സർക്കാർ, കേരളത്തിന്റെ പ്രതിപക്ഷം, കേരളത്തിന്റെ പൊതുസമൂഹം, അവിടെ നിങ്ങളില്ലേ? നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ബോധവും ഇല്ലേ? അല്ല, ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയിട്ടുള്ള പണത്തിന്റെ 3 ഇരട്ടിയോ 4 ഇരട്ടിയോ വേണം. കിട്ടിയ പണം ചെലവഴിക്കണ്ടേ? അത് വെച്ച് കിട്ടിയ പണം എടുത്തു വെച്ചാൽ ചെലവഴിച്ചാൽ മതിയോ?